ലാസ്റ്റ് ഇപ്പം രേണു അഭിനയിക്കാൻ പോയ ഒരു ആൽബം ഷൂട്ട് മുടങ്ങി. അതില് ഒരുപാട് ആരോപണങ്ങൾ രേണു അതില് ലഹരി ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? വെറും പച്ചക്കള്ളമാണെന്ന് നമുക്ക് ഞാനും കുറച്ച് ആൾക്കാരോടാണ്, നമ്മളെ മീഡിയക്കാരെ കുറച്ച് പേര് അവര് പ്രമോഷന് വേണ്ടി വിളിച്ചു. അതായത് എന്നോട് ഈ വിപിൻ എന്ന് പറയുന്ന വിപിൻലാൽ എന്ന് പറയുന്ന ഈ ചെറ്റൻ തന്നെ ഞാൻ പബ്ലിക്കായിട്ട് പറയാം, അതുപോലെ വൃത്തികെട്ടവനാണ് ഈ വിപിൻലാൽ എന്ന് പറയുന്നവൻ. അവൻ കുണുങ്ങി എന്ന ആൽബത്തിലാണ് എന്നെയും ദാസേട്ടനെയും വെച്ചുള്ള ആൽബത്തിലാണ് ഞാൻ അയാളെ കാണുന്നത്. അന്ന് അയാൾ ഡയറക്ടറായിരുന്നു. ഇതിനുശേഷം അയാള് കുറെ നാൾ മുന്നേ എന്റെ അടുത്ത് ഒരു ദുബായിലോ അബുദാബിയിലുള്ള ഒരു സൗദിയിലുള്ള ഒരു പെണ്ണാണ് ഇതിന്റെ ഡയറക്ടർ. 24 മണിക്കൂറും വിളിച്ചോണ്ടിരിക്കും അങ്ങോട്ടും. അപ്പൊ ഞാൻ ചോദിച്ചത് ഇതാണ് പ്രൊഡ്യൂസർ, ഡയറക്ടർ അല്ല പ്രൊഡ്യൂസറാന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ കാശ് അയച്ചു തന്നു. ഇവൻ ഈ പറയുന്ന പോലെ 15 20 ഒന്നും അയച്ചു തന്നിട്ടില്ല. എനിക്ക് അഡ്വാൻസ് അയച്ചു തന്നിട്ടില്ല. ഒരു പുതിയൊരു ആൽബം ഉണ്ട്. എന്നോട് സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞു കുറച്ച് ഡ്രസ്സാണ്, മോഡൽ ഡ്രസ്സാണെന്ന് പറഞ്ഞു ഇയാള്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ചേട്ടാ, മോഡൽ ഡ്രസ്സാണ്, ഞാൻ നോക്കട്ടെ, എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഞാൻ ഞാൻ റാസൽ ഗെയിമിൽ ദുബായിൽ പോവാ, നിങ്ങൾ എന്റെ വീട്ടിലോട്ട് അയച്ചു തന്നു, ഞാൻ വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഞാനിത് ഇടത്തേ ഉള്ളൂ, ഇട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു. ശരി രേണു, ഞാൻ അയച്ചു തരാം. അപ്പം റാസൽ ഗെയിമെ നിങ്ങൾക്കറിയാലോ, എനിക്ക് അവിടെ നമുക്ക് വാട്സപ്പ് കോൾ അവൈലബിൾ അല്ല. വോയിസ് കേട്ട ഞാൻ ഈ പ്രമോഷന് പോകുന്നത് 2 മണിക്കും 3 മണിക്കൊക്കെയാണ് ലേറ്റ് ആയിട്ട് ഞാൻ റൂമിൽ വരുന്നത്, പ്രമോഷൻ കഴിയുമ്പോഴത്തേനും 6 മണി തൊട്ടുള്ള. അപ്പൊ എനിക്ക് ഈ വോയിസ് ഒന്നും ഞാൻ കേൾക്കത്തില്ല. ചിലപ്പോ കേട്ടെന്ന് വരുത്തി തീർത്ത് ഞാൻ ലൈക്ക് ഇടും. ഇതാണ് കാര്യം. അപ്പം ഇയാൾ പറഞ്ഞതോ ഒന്നും ഞാൻ കേട്ടില്ല. ഇയാൾ പറഞ്ഞിട്ടുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഇന്ന സീനൊന്നും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ആൽബം ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായി, തെറുത്താത്തയുടെ കൊട്ടേഷനുമായിട്ട് എന്നെ എന്തോ കരുതി കൂട്ടി ഇവരെല്ലാം ചതിച്ചിട്ട് തെറുത്താത്തക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ. അതായത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയ തെറുത്താത്ത അതുപോലെ ഇപ്പൊ പലരെ വെച്ചിട്ട് എന്നെ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ബുദ്ധിയുള്ള മനുഷ്യർക്കറിയാം. ഞാൻ അങ്ങനെ ആ ഇവരുടെ വീട്ടിൽ ചെന്ന്, വിപിൻലാൽ എന്ന് പറഞ്ഞ വൃത്തികെട്ടവന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പം ഇവന്റെ വൈഫും ഉണ്ട്. ഇവര് എനിക്ക് ഡ്രസ്സ് എടുത്തപ്പോ ഞാൻ ഇട്ട് കംഫർട്ടബിൾ ആണോ, ഞാൻ എന്തായാലും കംഫർട്ടബിൾ ആണോ നോക്കി ഫോട്ടോ എടുക്കും. കാരണം എനിക്ക് അറിയണം. ഞാനിപ്പോ നോക്കിയപ്പോ എനിക്ക് കംഫർട്ടബിൾ അല്ല കേട്ടോ. ഞാൻ പറഞ്ഞു ചേച്ചി എനിക്കിത് കംഫർട്ടബിൾ അല്ല. എന്നിട്ട് പോലും ഇവര് സീൻ പറയുന്നില്ല. ഇവര് പറഞ്ഞു ഒരു പാർട്ടി വെയർ ആണ്, പാർട്ടിക്ക് ഡാൻസ് കളിക്കണം. ഓക്കെ ശരി. എന്റെ മീഡിയക്കാർ നിങ്ങൾക്കറിയാം, കുറച്ച് പേരാണെങ്കിൽ എന്റെ സുഹൃത്തുക്കളാണ്. ഞാൻ അവരെ അങ്ങനെയാണ്, എന്റെ ബ്രദർമാരും എന്റെ ചേച്ചിമാരുമായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. അങ്ങനെയാണ്. കാരണം അവരന്ന് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെ ഇവന്മാരെന്നെ കൊന്ന് കുഴിച്ചു മൂടിയാനെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ആ ഒരു റിസോർട്ടിൽ അരങ്ങേറിയത്.